ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? ഇപ്പോൾ റമദാൻ 3 അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് പോളയും ചിക്കൻ കറിയും പൊറോട്ടയാണ്. പൊറോട്ട പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പം പോളക്കും വേണ്ടിയുള്ള വെള്ളുള്ളിയും മല്ലിയയും കറിവേപ്പിൻ്റെ ഇലയും മുളകും നന്നായിട്ട് അരഞ്ഞെടുക്കുക. അതിൻ്റെ ശേഷം ചിക്കൻക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു പാനെടുത്ത് അതിലേക്ക് ഓയിലൊക്കെ ചൂടായതിന് ശേഷം ചിക്കൻ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ പൊരിഞ്ഞു വന്നു. എന്നിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയ പേസ്റ്റ് അതിക്കിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം ഉള്ളിയും ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടി കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ അതിൻ്റെ ശേഷം തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം കുറച്ച് മല്ലിയില, എന്നിട്ട് മിക്സോടെ മിക്സ്. അങ്ങനെ അതൊക്കെ കുറച്ച് അതിൻ്റെ ശേഷം മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് എടുത്തിട്ട് 5 മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് പാൽ പറഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് കുരുമുളക് പൊടി അതിൻ്റെ കൂടെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ 2 പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് പറഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓവനിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാല കിട്ടതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചത് പിന്നെ അതിൻ്റെ മേലെ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പറഞ്ഞെടുത്തതിൻ്റെ ശേഷം അത് പിന്നെ ഓവനിൽ തന്നെ വെക്കാം. പിന്നെ നമ്മളെ കോഴിക്കറിയാണ്. കോഴിക്കറിയൊക്കെ നല്ല മസാലയിലൊക്കെ ഇട്ട് മമ്മ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മമ്മ ഉണ്ടാക്കിയ കറി നല്ല രസമാണ്. എന്നിട്ട് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മ. എന്നിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോഴിക്കറിയൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ പോള നോക്കാൻ നോക്കിയപ്പോൾ നല്ല അടിപൊളി നല്ല മണം ഉണ്ടായിരുന്നു. നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മമ്മ അത് നന്നായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ ബാങ്കൊക്കെ എടുത്തപ്പോൾ നോമ്പൊക്കെ അറിഞ്ഞ്. അപ്പം ഇതാണ് റമദാൻ 3 ഇഫ്താർ വിശേഷങ്ങൾ. ഇത്രയുള്ളൂ. ബൈ ബൈ.